തിരുപ്പിറവി അടുക്കുകയാണ്. മക്കയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കാൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ഒരുക്കങ്ങൾ അവിടെ ഒന്നാമത്തെ ഒരുക്കം നടന്നു കഴിഞ്ഞു. ഏതാണ് ഒരുക്കം? സംസം റെഡിയായി കഴിഞ്ഞു. അതുവരെ 400, 300, 400 വർഷങ്ങളായി സംസം എവിടെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ സംസം റെഡിയായി കഴിഞ്ഞു. ഇനി അവിടെയുള്ളത് കഅബയാണ്. ആ കഅബയിലേക്ക് ആളുകളെ ശ്രദ്ധ കൊണ്ടുവരണം. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആളുകളുടെ ശ്രദ്ധ ആ മക്കയിലേക്ക് കൊണ്ടുവരണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുൻപേ ആ മക്ക എന്ന കഅബ എന്ന സ്ഥലം, കഅബയുള്ള മക്ക എന്ന സ്ഥലം, അത് കൃത്യമായി ലോകത്തിന്റെ ശ്രദ്ധ ഒന്നുകൂടെ കൊണ്ടുവരണം എന്ന് അല്ലാഹുവിന് നിർബന്ധമുണ്ട്. അതാണ് അടുത്ത രംഗം. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആനക്കലഹ സംഭവം ഉണ്ടാക്കിയത്. ആനക്കലഹ സംഭവം ആമിന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്താണ് ആനക്കലഹ സംഭവം. കൃത്യമായി ചരിത്രം പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിക്കുന്നതിന്റെ, പ്രവാചകൻ ഈ ലോകത്തേക്ക് കടന്നു വരുന്നതിന്റെ ഏകദേശം 50 or 55 ദിവസങ്ങൾക്ക് മുൻപ്, റസൂൽ ഈ ലോകത്തേക്ക് കടന്നു വരുന്നതിന്റെ 50 or 55 ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ആനക്കലഹ സംഭവം ഉണ്ടായത് എന്നാണ് ചരിത്രം പറയുന്നത്. വിശുദ്ധ കഅബയെ പൊളിക്കാൻ, വിശുദ്ധ കഅബയെ തകർക്കാൻ അബ്രഹത്തും കൂട്ടരും ആനപ്പട്ടാളവുമായി കടന്നു വന്ന്, എന്നാൽ അല്ലാഹുവിന്റെ കൃത്യമായ തീരുമാനപ്രകാരം ആ കഅബയെ തൊടാൻ കഴിയാതെ, മക്കയെ തൊടാൻ കഴിയാതെ, തകർക്കാൻ കഴിയാതെ പരാജയപ്പെട്ട് തിരിച്ചു പോകേണ്ടി വന്ന രംഗം, അതിനെയാണ് ആനക്കലഹ സംഭവം എന്ന് പറയുന്നത്. ഖുർആൻ ആ രംഗം ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൽ ഫീൽ, സൂറത്തുൽ ഫീൽ ആനക്കാരെ കുറിച്ചാണ്, ആനയെ കുറിച്ചാണ്. ആന എന്ന് പേരുള്ള ഒരു അധ്യായം തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആനക്കലഹ സംഭവം ഇങ്ങനെ വിശദീകരിക്കുകയാണ്. എന്താണ് ആനക്കലഹ സംഭവം എന്ന് പറഞ്ഞാൽ, അബിസീനിയയിലെ ചക്രവർത്തിയായിരുന്നു നജ്ജാശി എന്നത്. നജ്ജാശി എന്ന് പറഞ്ഞാൽ ഒരു രാജാവിന്റെ പേരല്ല, മറിച്ച് എത്യോപ്യയുടെ ഭരണാധികാരികൾക്ക് പറയുന്ന പേരാണ് നജ്ജാശികൾ. നജ്ജാശി എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരല്ല, മറിച്ച് എത്യോപ്യ ഭരിച്ചിരുന്ന മുഴുവൻ ഭരണാധികാരികളുടെയും പേരാണ് നജ്ജാശികൾ. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, യമനിലെ ഹിമ്മിർ രാജാക്കന്മാരെ മൊത്തത്തിൽ അറിയപ്പെടുന്നത് തുബ്ബ എന്നാണ്. തുബ്ബ നമ്മുടെ ചരിത്രത്തിൽ പിന്നീട് വരുന്നുണ്ട്. യമനിലെ ഹിമ്മർ രാജാക്കന്മാരെ മൊത്തത്തിൽ അറിയപ്പെട്ടിരുന്നത് പിന്നെ തുബ്ബ എന്നാണ്. ഈജിപ്തിലെ ഭരണാധികാരികളെ മൊത്തത്തിൽ അറിയപ്പെട്ടിരുന്നത് ഫിർഔൻ, ഫറോവമാർ എന്നാണ്. ഫിർഔൻ എന്ന് പറഞ്ഞാൽ ഒരു ഭരണാധികാരിയുടെ പേരല്ല, മറിച്ച് ഈജിപ്ത് ഭരിച്ചിരുന്ന മുഴുവൻ ഭരണാധികാരികളുടെ പേരും ഫിർഔൻ എന്നായിരുന്നു. അതുപോലെ തന്നെ റോം ഭരിച്ച ഭരണാധികാരികളുടെ പേരാണ് കൈസർ, പേർഷ്യയിലെ ഭരണാധികാരികളുടെ പേരാണ് കിസ്ര. ഇതുപോലെ എത്യോപ്യ ഭരിച്ച ഭരണാധികാരികളുടെ പേരാണ് നജ്ജാശി എന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരു നജ്ജാശി കടന്നു വരുന്നുണ്ട്. നമ്മൾ ആ ചരിത്രം വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ നജ്ജാശിയെ കുറിച്ചല്ല ഈ പറയുന്നത്. എന്നാൽ ആ നജ്ജാശി ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന നജ്ജാശിയുടെ പിതാക്കന്മാരായിരുന്നു ഈ നജ്ജാശികൾ എന്ന് ചില ചരിത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശരി, ഏതായിരുന്നാലും നജ്ജാശിയുടെ കീഴിൽ യമൻ ഭരിച്ചിരുന്ന അബ്രഹത്ത് എന്ന് പേരുള്ള ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ആ ഭരണാധികാരി എത്യോപ്യയിലുള്ള ആ നജ്ജാശി ഭരണത്തിന്റെ പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടി വലിയൊരു ചർച്ച ഉണ്ടാക്കുകയാണ്. യമനിലെ സൻആ എന്ന് പറയുന്ന സൻആ പട്ടണത്തിൽ ഒരു വലിയ ക്രിസ്തീയ ദേവാലയം അവിടെ ഉണ്ടാക്കുകയാണ്, ചർച്ച് ഉണ്ടാക്കുകയാണ്. അതിന്റെ പേരാണ് കുല്ലൈസ് എന്ന്. എന്നും ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അതിന്റെ അവശേഷിപ്പുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിന്റെ മുന്നിലുള്ള ആ ഒരു ഓർക്കയുണ്ടല്ലോ, എന്താണ് ആ വലിയൊരു കിണർ പോലെയുള്ള ആ ഒരു കാര്യമുണ്ടല്ലോ, കുഴിയുണ്ടല്ലോ, അതിൽ പറയപ്പെടുന്നത് ഇന്നും മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്ന, അവിടത്തെ വേസ്റ്റുകൾ കൊണ്ട് തള്ളുന്ന സ്ഥലമായി ഇന്നും അവിടെ നിലനിൽക്കുന്നു എന്നതാണ്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയുന്നുണ്ട് എന്താണ് അതിന്റെ കാരണമെന്ന്. നോക്കൂ നിങ്ങൾ, ഇവിടെ യമൻ ഭരണാധികാരിയായ അബ്രഹത്ത് ഈ പറയുന്ന യമനിലെ സൻആ പട്ടണത്തിൽ ക്രിസ്തീയ ഒരു ആരാധനാലയം ഉണ്ടാക്കുകയാണ്.
കുല്ലൈസ് എന്നായിരുന്നു അതിന്റെ പേര്. എന്തിനാണ് ഈ പറയുന്ന അബ്രഹത്ത് അങ്ങനത്തെ ഒരു കൊട്ടാരം, അങ്ങനത്തെ ഒരു വലിയ ചർച്ച അവിടെ ഉണ്ടാക്കാനുള്ള കാരണം? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞത്, എത്യോപ്യയിലെ ഭരണാധികാരികളായ നജ്ജാശികളുടെ പ്രീതി തനിക്ക് പിടിച്ചുപറ്റണം, അവരുടെ ഇഷ്ടം പിടിച്ചുപറ്റണം. അതാണ് ഒന്നാമത്തെ കാര്യമെങ്കിൽ, രണ്ടാമത്തെ കാര്യം, ലോകത്തിന്റെ ശ്രദ്ധ മക്കയിലേക്കാണ്. മക്കയിലേക്കാണ് ആളുകൾ ഹജ്ജിന് വരുന്നത്, മക്കയിലേക്കാണ് ആളുകൾ തീർത്ഥാടന കേന്ദ്രമായി ആളുകളുടെ മനസ്സിലുള്ളതും തെരഞ്ഞെടുത്തിട്ടുള്ളതും. അതുകൊണ്ട് അത് അവസാനിപ്പിക്കണം. കാരണം മക്ക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അത്രയൊന്നും സൗന്ദര്യമില്ലാത്ത ചെറിയ ഒരു കെട്ടിടമാണ്. അവിടെ നിന്നും പിന്നെ ചെത്തിയെടുത്തിട്ടുള്ള ചതുരക്കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു കെട്ടിടം. ആ കെട്ടിടത്തിലേക്കാണ് ആളുകൾ പോകുന്നത്. എന്നാൽ ആളുകളുടെ ഒഴുക്ക് തടയണം. അതുകൊണ്ട് മക്കയിൽ നിന്നും ആളുകളെ ഇങ്ങോട്ട് വിളിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി ഈ നജ്ജാശി, ഈ അബ്രഹത്ത് എന്ന് പറയുന്ന രാജാവ് യമനിലെ സൊൻആ പട്ടണത്തിൽ വലിയൊരു ചർച്ച്, കുല്ലൈസ്, വലിയൊരു ചർച്ച് ഉണ്ടാക്കുകയാണ്. പക്ഷേ ആളുകൾ അങ്ങോട്ട് വരുന്നില്ല. ഈ കഅബയേക്കാളും നല്ല മനോഹരമായ കുല്ലൈസ് ഈ ചർച്ച് ഉണ്ടാക്കിയിട്ടും ആളുകളൊക്കെ പോകുന്നത് മക്കത്തേക്കാണ്. അബ്രഹത്തിന് അറിയില്ലല്ലോ, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്ത് പടച്ച റബ്ബിനെ ആരാധിക്കാനായി, പടച്ച റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്യാനായി പണിതുയർത്തിയ ഒന്നാമത്തെ ഭവനം, ഇന്ന അവ്വല ബൈത്തിൻ വുലിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാരകൻ വഹുദൽ ലിൽ ആലമീൻ. ലോകത്ത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള ഒന്നാമത്തെ ഭവനം. അവിടെ വെച്ച് ഇബ്രാഹിം നബിയുടെ ദുആ, ഫജഅൽ അഫ്ഇദതം മിനന്നാസി തഹ്വീ ഇലൈഹിം. അല്ലാഹുവേ, ലോകരുടെ മനസ്സ് ഈ പരിശുദ്ധമായ കഅബയിലേക്ക്, പരിശുദ്ധമായ മനസ്സിലേക്ക് നീ തിരിച്ചുവിടണമേ എന്ന് അന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്. ഇത് അബ്രഹത്തിന് മനസ്സിലായിട്ടുണ്ടാവൂല. ഒരുപക്ഷെ തിരിച്ചറിയാത്ത അബ്രഹത്ത് ആ മക്കയിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് നിർത്താൻ വേണ്ടി ഈ യമനിലെ സൊൻആ പട്ടണത്തിൽ വലിയൊരു ചർച്ച് കുല്ലൈസ് അവിടെ പണിയുകയാണ്. എന്നാൽ ഇതറിഞ്ഞ കിനാന ഗോത്രത്തിൽപ്പെട്ട ഒരാൾ മക്കയിൽ നിന്ന് ഈ യമനിലേക്ക് യാത്ര ചെയ്ത് ആ ചർച്ചിൽ കയറി മലമൂത്ര വിസർജനം നടത്തി. രഹസ്യമായിട്ടാണ് അദ്ദേഹം പോയത് എന്നതാണ്. പക്ഷേ സ്വാഭാവികമായും പിന്നീട് എന്താണ് ഉണ്ടാവുക എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. അബ്രഹത്തിനെ സംബന്ധിച്ചിടത്തോളം ദേഷ്യമടക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അവിടെ വെച്ച് അബ്രഹത്തൊരു ശപഥമെടുക്കുകയാണ്, ഞാൻ കഅബാലയം തകർക്കും, കഅബാലയം ഞാൻ തകർക്കും എന്നവിടെ വെച്ച് അബ്രഹത്തൊരു ശപഥമെടുക്കുകയാണ്. അങ്ങനെ 60,000-ഓളം വരുന്ന ഒരു സൈന്യം മക്കയെ ലക്ഷ്യമാക്കി, ഒരു ആനപ്പട്ടാളം മക്കയെ ലക്ഷ്യമാക്കി പോവുകയാണ്. നോക്കൂ നിങ്ങൾ, അതിൽ ആനകളുണ്ടായിരുന്നു എന്നതാണ്. അതുകൊണ്ടാണ് അതിന് ആനക്കലഹ സംഭവം ആമുൽ ഫീൽ എന്നാണ് ആ വർഷത്തിന് അറിയപ്പെടുന്നത് പോലും. ആമുൽ ഫീൽ, ആനക്കലഹ സംഭവം നടന്ന വർഷത്തിന്, ആ വർഷത്തിന് പേരിട്ടത് ചരിത്രത്തിൽ ആമുൽ ഫീൽ എന്നാണ്. നോക്കൂ നിങ്ങൾ, ആ ആനക്കലഹ സംഭവത്തിന് നേതൃത്വം നൽകിയ ആനയുടെ പേര് പോലും ചരിത്രത്തിൽ കാണാം. ആനയുടെ പേര് മഹ്മൂദ് എന്നായിരുന്നു. ആനയുടെ പാപ്പാന്റെ പേര് ഉനൈസ് എന്നായിരുന്നു. ഉനൈസ് പിന്നീട് നമ്മുടെ ചരിത്രത്തിലേക്ക് പിന്നീട് കടന്നു വരുന്നുണ്ട്, അവിടെ വിശദീകരിക്കാം. ശരി, അങ്ങനെ അവർ മക്കയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം ആനകളോട്, ആനപ്പട്ടാളത്തോട് യുദ്ധം ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല. ആനപ്പട്ടാളത്തോട് മാത്രല്ല, വലിയ പുറം രാജ്യക്കാരുമായി യുദ്ധം ചെയ്ത പരിചയവും അറബികൾക്കില്ല. അവർക്കിടയിലെ നാട്ടു രാജാക്കന്മാരും ഗോത്രങ്ങളുമായി പരസ്പരം യുദ്ധം ചെയ്തിരുന്ന, പരസ്പരം പോരടിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു അവർ. പക്ഷേ അവരിലേക്കാണ് അബ്രഹത്തും സൈന്യവും ആനപ്പട്ടാളവുമായി കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഓടിയൊളിക്കുകയാണ്. മക്കയിൽ ആളുകൾ എല്ലാവരും ഓടിയൊളിക്കുകയാണ്, കുന്നിൻ മുകളിൽ അഭയം തേടുകയാണ്. കഅബയെ കാണാത്ത രൂപത്തിൽ കുന്നിന്റെ പുറകിലേക്ക് പോയി ഒളിച്ചിരിക്കുകയാണ്. കാരണം എന്തിനാ അങ്ങനെ ചെയ്തതെന്നറിയോ? അവരവരുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്നു കഅബാലയത്തെ. ഖുറൈശികൾ അവരുടെ ജീവനേക്കാൾ കഅബാലയത്തെ സ്നേഹിക്കുന്നുണ്ട്. ആ കഅബാലയത്തെ തകർക്കുന്നത് ഞങ്ങൾക്കൊരിക്കലും കാണാൻ കഴിയില്ല. ആ രംഗത്തിന് ഞങ്ങൾ സാക്ഷികളാകല്ലേ എന്നതുകൊണ്ട് തന്നെ അവർ പിന്നെ ഓരോ കുന്നിന്റെ പുറകിലേക്കായി മാറി നിന്നു എന്നതാണ്. ആനക്കലഹ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നത് അബ്രഹത്തും രാജാവും മക്കയോട് അടുക്കുകയാണ്.
യമനിൽ നിന്ന് പുറപ്പെട്ട് മക്കയോടടുത്തു, അറഫയോടടുത്തെത്തി. അവിടെ വെച്ചാണ് ഖുറൈശികളുടെ സ്വത്ത് അവർ കവർന്നു. അവിടെ വെച്ച് അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകങ്ങളെയും അവർ പിടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും കുറച്ചുകൂടെ കഅബാലയത്തിന്റെ അടുത്തേക്ക് അവർ കടന്നു വരികയാണ്. ആ സമയത്ത് അബ്രഹത്ത് ആവശ്യപ്പെടുന്നുണ്ട്, മക്കയുടെ നേതാവ് എന്നറിയപ്പെടുന്ന ഒരാളില്ലേ, അദ്ദേഹത്തെ എനിക്കൊന്ന് കാണണം. അബ്രഹത്തെ അബ്ദുൽ മുത്തലിബിന്റെ അടുത്തേക്ക് ആളയച്ചു. അങ്ങനെ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിന്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. ആ സമയത്ത് ചരിത്രത്തിൽ ഇങ്ങനെ വായിക്കാം ആ രംഗം. ഫലമ്മാ റആഹു അബ്രഹത്തു അജല്ല. അബ്രഹത്തിന്റെ അടുത്തേക്ക് ഈ അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ പ്രവേശിക്കുകയാണ്. ആ സമയത്ത് അബ്രഹത്ത് അദ്ദേഹത്തെ വലിയ ആദരവ് നൽകിയെന്നാണ്. എന്തേ കാരണം എന്നറിയോ? വകാന അബ്ദുൽ മുത്തലിബി റജുലൻ ജമീലൻ ഹസനൽ മൻദർ. കാണാൻ നല്ല ഭംഗിയായിരുന്നു അബ്ദുൽ മുത്തലിബിനെ എന്നാണ്. കാണുമ്പോ തന്നെ ഒരു ബഹുമാനം തോന്നുന്ന മുഖത്തിന്റെ ഉടമയായിരുന്നു അബ്ദുൽ മുത്തലിബ് എന്നായിരുന്നു. ആ മുഖം കണ്ടപ്പോഴേക്കും, ആദ്യമായിട്ടാണല്ലോ അബ്രഹത്ത് ആ മുഖം കാണുന്നത്, ആ മുഖം കണ്ടപ്പോഴേക്കും അബ്രഹത്തിന് ആ വലിയൊരു ബഹുമാനം തോന്നി. അങ്ങനെ വനസല അബ്രഹത്തു അൻ ശരീരിഹി. അബ്രഹത്ത് അവന്റെ ചെയറിൽ നിന്നും അവന്റെ ആ സിംഹാസനത്തിൽ നിന്നും താഴെ ഇറങ്ങി. എന്നിട്ടോ വജലസ മഅഹു അലൽ ബിസാത്ത്. പിന്നെ അബ്ദുൽ മുത്തലിബ് ഇരിക്കുന്ന ആ നിലത്ത് തന്നെ അബ്ദുൽ മുത്തലിബിന്റെ അടുത്ത് അബ്രഹത്ത് വന്നിരുന്നു എന്നതാണ്. എന്നിട്ട് അബ്രഹത്ത് ചോദിച്ചു, ഹാജത്തുക. അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ച ചോദ്യമാണ്, എന്താണ് താങ്കൾക്ക് വേണ്ടത്? അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഇന്ന ഹാജതി അയ്യറുദ്ദ അലയ്യൽ മലികു മിഅതൈ ബഈരിൻ അസ്വാബഹാരി. എന്റെ ആവശ്യം ഒന്നേ ഉള്ളൂ. എന്താണ് എന്റെ ആവശ്യം? എന്റെ 200 ഒട്ടകങ്ങളെ നിങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്, ആ ഒട്ടകങ്ങളെ എനിക്ക് തിരിച്ചു തരണം. ഇതാണ് അബ്ദുൽ മുത്തലിബ് ആകെ പറഞ്ഞത്. ഇത് കേട്ടപ്പോ അബ്രഹത്ത് പറഞ്ഞു, നിങ്ങളെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ബഹുമാനായിരുന്നു, ഭയങ്കര ആദരവായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഈ സംസാരം കേട്ടതോടുകൂടെ നിങ്ങളോട് എനിക്ക് വെറുപ്പാണ്. കാരണം എന്താണെന്നറിയോ? 200 ഒട്ടകത്തിന്റെ വിഷയത്തിലാണോ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനുള്ളത്? ഞാനിവിടെ വന്നത് കഅബാലയം തകർക്കാനാണ്. ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ ജീവനേക്കാളേറെ ഈ കഅബാലയത്തെ സ്നേഹിക്കുന്നു എന്നാണ്. പക്ഷെ ആ കഅബാലയത്തെ തകർക്കാൻ വന്ന ഞാൻ, എന്നിട്ട് എന്നോട് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ആ കഅബാലയം തകർക്കല്ലേ എന്നല്ലേ നിങ്ങൾ ചുരുങ്ങിയത്, ഏറ്റവും ചുരുങ്ങിയത് പറയേണ്ടത്. പക്ഷെ അതുപോലും പറയാതെ നിങ്ങൾക്ക് വലുത് ആ കഅബാലയത്തെക്കാൾ 200 ഒട്ടകമാണോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് പറഞ്ഞൊരു വാചകമുണ്ട്, അതാണ് ചരിത്രത്തിൽ ഇടം പിടിച്ച വല്ലാത്തൊരു വാചകം. അബ്ദുൽ മുത്തലിബിന്റെ വാചകം, ഇന്നി അന റബ്ബുൽ ഇബ്ലി വ ഇന്ന ലിൽ ബൈത്തി റബ്ബാ സയംനഉഹു. ഇന്നി അന റബ്ബുൽ ഇബ്ൽ. ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ഞാനാണ്, ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ഞാനാണ്. വ ഇന്ന ലിൽ ബൈത്തി റബ്ബാ. കഅബാലയത്തിന് ഒരു നാഥനുണ്ട്, ഈ കഅബാലയത്തിന് ഒരു ഉടമസ്ഥനുണ്ട്. സയംനഉഹു. അവൻ അതിനെ സംരക്ഷിച്ചുകൊള്ളും. ഒട്ടകം എന്റേതാണ്, പക്ഷെ കഅബാലയം എന്റേതല്ല, അത് റബ്ബിന്റേതാണ്. ആ റബ്ബ് അതിനെ സംരക്ഷിക്കും. ആ സമയത്ത് അബ്രഹത്ത് പറഞ്ഞു, നാണ് ശരി, മാ കാന ലിയംതനിഅ മിന്നി. ഇല്ല അബ്ദുൽ മുത്തലിബേ, ഒരിക്കലും എന്നിൽ നിന്ന് കഅബാലയത്തെ തടയാൻ നിന്റെ റബ്ബിന് കഴിയില്ല, ഒരാൾക്കും കഴിയില്ല, അത് അസാധ്യമാണ്. എന്നെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞപ്പോ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അൻത വദാക്. അത് നീയും റബ്ബും കൂടി ഹൈക്കോ, എനിക്കതിൽ ഇടപെടേണ്ട ആവശ്യമില്ല, എനിക്കതറിയേണ്ട കാര്യമില്ല, അത് നീയും നിന്റെ റബ്ബും കൂടി ആയിക്കോ എന്നതാണ്. എന്നിട്ടതാ അബ്ദുൽ മുത്തലിബ് കഅബാലയത്തിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് അവിടെ വെച്ച് അബ്ദുൽ മുത്തലിബ് ഒരു പ്രാർത്ഥന പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഹ്ഫദ് കഅബതി വഖൗമി വഅസ്ലിഹ് അംറനാ വഅൻകിസ്നാ മിൻ കുല്ലി അസൻ വമുഖ്ലിക്. ഓ അല്ലാഹ്, ഈ കഅബാലയത്തെയും ഇവിടത്തെ മക്കയിലെ ജനങ്ങളെയും നീ സംരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും റബ്ബേ നീ ശരിയാക്കി തരണേ. ഈ അബ്രഹത്തിന്റെ ദുരന്തത്തിൽ നിന്നും അവന്റെ ശല്യത്തിൽ നിന്നും നാശത്തിൽ നിന്നും റബ്ബേ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ എന്ന് അവിടെ വെച്ച് അബ്ദുൽ മുത്തലിബ് അള്ളാഹുവോട് ദുആ ചെയ്തു എന്ന് ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്. ഇതെപ്പോഴാണെന്നും കൂടെ മനസ്സിലാക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന്റെ മുൻപുള്ള സംഭവമാണ്. ആ സമയത്താണ് അബ്ദുൽ മുത്തലിബ് വിളിക്കുന്നത് ആരെ? അള്ളാഹുവിനെ. റബ്ബേ അല്ലാഹുമ്മ എന്ന് അബ്ദുൽ മുത്തലിബ് വിളിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന്റെ മുൻപാണ് എന്നുകൂടെ ആ ചരിത്രത്തിൽ ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ശരി, പിറ്റേ ദിവസം രാവിലെ അബ്രഹത്ത് തന്റെ സൈന്യത്തെ ഇളക്കി വിടുകയാണ്. ആനപ്പട്ടാളം മക്കയിലേക്ക് പ്രവേശിക്കാൻ ഒരുക്കം നടത്തുകയാണ്. അങ്ങനെ അബ്രഹത്തും സൈന്യവും ആനപ്പട്ടാളവും ഒക്കെയായി കഅബാലയത്തിന്റെ അടുത്തേക്ക് വന്നു.
പക്ഷേ കഅബാലയത്തിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ആന അവിടെ മുട്ടുകുത്തിയിരുന്നു. ആന മുന്നോട്ട് പോകുന്നില്ല, അതിനൊരടി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും എത്ര ഉപദ്രവിച്ചിട്ടും ആന അനങ്ങുന്നില്ല. ആനയെ ഷാമിലേക്ക് തിരിച്ചു നിർത്തുന്നു. ആന ഉടനടി എഴുന്നേൽക്കുകയും അങ്ങോട്ട് ഓടുകയും ചെയ്യുന്നു. ആനയെ യമൻ ഭാഗത്തേക്ക് തിരിച്ചു നിർത്തുന്നു, എഴുന്നേൽക്കുന്നു. ആന അങ്ങോട്ട് ഓടുന്നു. ആ സമയത്ത് ആനയെ കഅബാലയത്തിന്റെ അടുത്തേക്ക് തിരിച്ചു നിർത്തുന്നു. ആന അവിടെ ഇരിക്കുന്നു. ആനക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. കഅബാലയത്തിന്റെ നേർക്കല്ലാതെ ബാക്കി എല്ലാ ദിശയിലേക്കും ആന പോകുന്നുണ്ട്. കഅബാലയത്തിന്റെ അടുത്തേക്ക് ഒരടി പോലും ആനക്ക് നീങ്ങാൻ കഴിയുന്നില്ല. ആ സമയത്ത് ഒരിക്കലും ഇനി ആനയെ കൊണ്ട് രക്ഷപ്പെടാൻ, ആനയെ സൂചി കൊണ്ട് ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, ഉപദ്രവിച്ചു നോക്കിയതാണ്. എന്നിട്ടെങ്കിലും ആന പോയി ആ കഅബയെ ഒന്ന് തകർക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ കഅബാലയത്തിന് നേരെ ആന അനങ്ങുന്നില്ല. രക്ഷയില്ല എന്ന് കണ്ടപ്പോ, ഇനി ശ്രമിച്ചിട്ട് ശ്രമം പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ അബ്രഹത്ത് എന്ത് ചെയ്തു? സൈന്യത്തോട് പറഞ്ഞു, ഇനി ആരും നോക്കി നിൽക്കേണ്ട, എല്ലാവരും കഅബയെ തകർക്കുക, കഅബയെ പൊളിച്ചു കളയുക. അങ്ങനെ ആ സമയത്ത് അബ്രഹത്തും സൈന്യവും കഅബാലയത്തിന്റെ അടുത്തേക്ക് പോകേണ്ട താമസം. ആ സമയത്ത് അതാ അല്ലാഹുവിന്റെ സൈന്യം കടന്നു വരികയാണ്. ആകാശത്ത് നിന്നതാ പ്രത്യേകമായ ഒരു പക്ഷിക്കൂട്ടം പ്രത്യക്ഷപ്പെടുകയാണ്. ഓരോ പക്ഷിയുടെ അടുത്തും 3 കല്ലുകൾ വീതമുണ്ടായിരുന്നു. ആ പക്ഷികൾ അവരുടെ കയ്യിലുള്ള, അവരുടെ അടുത്തുള്ള കല്ലുകൾ താഴേക്കിടുമ്പോ ആരുടെ ദേഹത്താണോ ആ കല്ലുകൾ പതിക്കുന്നത് അവരുടെ ശരീരം ഉരുകിയൊലിക്കാൻ തുടങ്ങി. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ പ്രത്യേകമായ ഇടപെടലാണത്. ആരുല്ല, കഅബാലയം മാത്രം ഉണ്ടായിരുന്ന എല്ലാവരും ഓടിയൊളിച്ചു. ഇവരെ തടയാൻ കഴിയില്ല എന്നുറപ്പായപ്പോ ആ സമയത്ത് അല്ലാഹു തൊയ്റൻ അബാബീൽ, പക്ഷിക്കൂട്ടങ്ങളെ പടച്ച റബ്ബിറക്കി. അബാബീൽ പക്ഷികളല്ല ട്ടോ. സ്വാഭാവികമായ ആളുകളൊക്കെ പറയാറ് അബാബീൽ പക്ഷികൾ അല്ലാഹു ഇറക്കി എന്നാണ്. അങ്ങനെയല്ല. അബാബീൽ എന്ന് പറഞ്ഞാൽ കൂട്ടം അല്ലെങ്കിൽ കൂട്ടങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. തൊയ്റൻ അബാബീൽ, പക്ഷിക്കൂട്ടങ്ങൾ എന്നാണ്. ആ പക്ഷിക്കൂട്ടങ്ങളെ അല്ലാഹു ഇറക്കി. ഓരോ പക്ഷിയുടെ അടുത്തും 3 കല്ലുകൾ വീതമുണ്ടായിരുന്നു. ആ കല്ലുകൾ കൊണ്ട് ആ കല്ലവർ താഴേക്കിടുന്നു. ആരുടെ ദേഹത്താണോ ആ കല്ല് പതിക്കുന്നത് അവരുടെ ശരീരം ഉരുകിയൊലിക്കാൻ തുടങ്ങി, അവരുടെ അവയവങ്ങൾ വേർപ്പെടാൻ തുടങ്ങി. അവസാനം ചവച്ചരക്കപ്പെട്ട വൈക്കോൽ പോലെയായി. അങ്ങനെ അള്ളാഹുവിന്റെ സഹായം കൊണ്ട് മാത്രം ആ സൈന്യത്തിന് പിന്തിരിഞ്ഞോടേണ്ടി വന്നു, പരാജയം സംഭവിക്കേണ്ടി വന്നു. ഇതാണ് ആനക്കലഹ സംഭവം. വിശുദ്ധ ഖുർആൻ ഒരധ്യായം മുഴുവൻ ആ രംഗം ഇങ്ങനെ വിശദീകരിക്കുകയാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അല്ലാഹ് നമ്മളോട് പറയുകയാണ്, ആനക്കാരെ കൊണ്ട് നിന്റെ രക്ഷിതാവ് പ്രവർത്തിച്ചത് എന്താണെന്ന് നീ കണ്ടില്ലേ? അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ. അവരുടെ തന്ത്രം അല്ലാഹു പിഴവിലാക്കിയില്ലേ? വഅർസല അലൈഹിം തൊയ്റൻ അബാബീൽ. കൂട്ടം കൂട്ടമായി കൊണ്ടുള്ള പക്ഷികളെ അവരുടെ നേർക്ക് അല്ലാഹു അയക്കുകയും ചെയ്തു. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ചുട്ടുപഴിപ്പിച്ച കളിമൺ കല്ലുകൾ കൊണ്ടവരെ എറിയുന്നതായ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അങ്ങനെ അവൻ അവരെ തിന്നൊടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയാക്കി. അള്ളാഹുവിന്റെ ഇടപെടൽ നശിച്ചുപോയി. ആ സൈന്യമങ്ങളെ നശിച്ചു പോവുകയാണ്. എന്നാൽ ഇത് കാണാൻ അള്ളാഹു അബ്രഹത്തിനെ ബാക്കിയാക്കി. അബ്രഹത്തിനെ പടച്ച റബ്ബ് കൊന്നില്ല. അബ്രഹത്തിനെ അവിടെ നശിപ്പിച്ചില്ല. അബ്രഹത്ത് അവിടെ വെച്ച് മരിച്ചിട്ടില്ല. അബ്രഹത്ത് തിരിച്ച് യമനിലേക്ക് യാത്രയായി. കൊണ്ടുപോയത് എല്ലാവരും പിടിച്ച് എടുത്തു കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോഴേക്കും ശക്തമായ അസുഖം, ശക്തമായ രോഗം അബ്രഹത്തിന് ബാധിച്ചു. അങ്ങനെ ആ രോഗം കാരണത്താൽ അബ്രഹത്തിന്റെ ഓരോ വിരലുകൾ, ആദ്യം സംഭവിച്ചത് അതാണെന്നാണ്, ഓരോ വിരലുകൾ മുറിഞ്ഞു വീണു. ഓരോന്നോരോന്നായി വിരലുകൾ മുറിഞ്ഞു വീണു. അങ്ങനെ സ്വൻആയിലെത്തിയപ്പോഴേക്കും അബ്രഹത്ത് ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെയായി എന്നാണ്. ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെയായി. ഒരു പക്ഷിക്കുഞ്ഞ് ജനിക്കുന്ന സന്ദർഭത്തിൽ അതിനെ തൊട്ടാൽ എത്രമാത്രം അതിന് വേദനിക്കുമോ, അതിന്റെ ശരീരത്തിന് വേദനിക്കുമോ, അതുപോലെ അബ്രഹത്തിന്റെ ശരീരത്തിൽ ആ രൂപത്തിൽ ആരെങ്കിലും സ്പർശിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ശരീരം നുറുങ്ങുമായിരുന്നു. ആ ഭാഗം വല്ലാതെ പ്രയാസപ്പെടുമായിരുന്നു. അങ്ങനെ വേദനകൾ സഹിച്ച് ദയനീയമായി ഹൃദയം പൊട്ടി അബ്രഹത്ത് ആ യമനിൽ വെച്ച് മരണപ്പെട്ടു എന്നതാണ്. ഇതാണ് ആനക്കലഹ സംഭവം.
ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ അബ്രഹത്തിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തിയത് കഅബാലയത്തെ മാത്രമല്ല, ആ മക്കയെയും അവിടെ 55 ദിവസം കഴിഞ്ഞാൽ ജനിക്കാനിരിക്കുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വല്ലാത്ത ഇടപെടുകയാണ്. മാത്രവുമല്ല, വർഷങ്ങൾക്ക് ശേഷം ആയിഷ ബീബി പറയുന്നുണ്ട്, ഒരുപാട് നാളുകൾക്ക് ശേഷം ആനക്കലഹത്തിന് വന്ന ആ പാപ്പാനെയും അദ്ദേഹത്തിന്റെ സഹായിയെയും ഞങ്ങൾ മക്കയിൽ കണ്ടു. അവർ അന്ധരായിരുന്നു. ഒരുപാട് കാലം ഭക്ഷണത്തിനു വേണ്ടി അവർ യാചിക്കുന്നതായി ഞങ്ങൾ കണ്ടു എന്ന് പിന്നീട് ആയിഷ ബീവി പറഞ്ഞതായി ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ആയിഷ ബീവി ജനിക്കുന്നത് ആനക്കലഹം കഴിഞ്ഞ് 40 വർഷം കഴിഞ്ഞിട്ടാണ്. ആനക്കലഹം കഴിഞ്ഞ് 40 വർഷം കഴിഞ്ഞിട്ടും അന്ന് ആനയുടെ പാപ്പാനായി വന്ന ഉനൈസ് അന്ധനായി അവിടെ അംഗവൈകല്യം സംഭവിച്ച് അവിടെ ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞു നടക്കുന്നത് ഞാൻ കണ്ടുവെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നി നമ്മുടെ ഉമ്മയായ ആയിഷത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹ നമ്മളോട് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദൃഷ്ടാന്തമായി അവരെ അവിടെ അവശേഷിപ്പിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇങ്ങനെയുള്ള ഒരു തകർക്കൽ അല്ലാഹു ആ ആനപ്പട്ടാളത്തെ തകർത്ത് കളഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കാൻ പോവുകയാണ്. അതിനു മുൻപ് അല്ലാഹു മക്കയെ ആദരിക്കുകയാണ്, മക്കയെ സംരക്ഷിക്കുകയാണ്. ഈ സംഭവത്തിന് ശേഷം മക്കയെ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ്. മക്കക്കാരെ കൂടുതൽ ആളുകൾ ഒരു പ്രത്യേകമായ രൂപത്തിൽ അവരെ ഒരിക്കലും ഉപദ്രവിക്കാതെ, ഒരാൾ പോലും അവരെ കുറ്റപ്പെടുത്താതെ അവരെ എല്ലാവരും ആദരിക്കുന്ന അവസ്ഥയിലേക്ക് മക്ക എന്ന് കേൾക്കുമ്പോഴേക്കും ലോകത്തിന്റെ ശ്രദ്ധ അവിടേക്ക് കടന്നു വരുന്ന രൂപത്തിൽ ഈ സംഭവത്തിന് ശേഷമായി എന്നാണ് ചരിത്രം പറയുന്നത്.